നമസ്തേ. ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിക്കുന്നത്. ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്ന അവസ്ഥയാണ് അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി എന്ന് വിളിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഈ കൊഴുപ്പ് എത്ര കാലം കൊണ്ട് അടിഞ്ഞുകൂടിയതാണെന്നതും അതിനുള്ള കാരണങ്ങളും മനസ്സിലാക്കുക വളരെ പ്രധാനമാണ്. ശരീരഭാരം നിയന്ത്രിച്ച് നിലനിർത്തുക എന്ന് പറയുന്നത് അപ്രാപ്യമായ കാര്യമൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ സാധ്യമായ ഒരു കാര്യമാണ്. പക്ഷേ അതിനുള്ള മാർഗങ്ങൾ അതീവ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് പരിശോധിക്കാം എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയെ രണ്ട് രീതിയിൽ പരിശോധിക്കണം. ഒന്ന് സ്ട്രക്ചറൽ ഇവാലുവേഷൻ, രണ്ടാമത്തത് ഫങ്ഷണൽ ഇവാലുവേഷൻ. സ്ട്രക്ചറൽ ഇവാലുവേഷനിലൂടെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ രണ്ട് സൂചികകൾ BMI, BMR. BMI എന്നാൽ ബോഡി മാസ് ഇൻഡെക്സ്, BMR എന്നാൽ ബേസൽ മെറ്റബോളിക് റേറ്റ് അഥവാ റെസ്റ്റിംഗ് എനർജി എക്സ്പെൻഡിച്ചർ. ഈ രണ്ട് സൂചികകളും ഇത് കാൽക്കുലേറ്ററിൻ്റെ സഹായത്തോടെ നമുക്കറിയാൻ കഴിയുന്നതാണ്. ഇത് കൂടാതെ ഡിവൈസിൻ്റെ സഹായത്തോടുകൂടി സ്കെലറ്റൽ മസിലിൻ്റെ സ്ട്രെങ്ത്, നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ്, വിവിധ തരം കൊഴുപ്പിൻ്റെ അളവ്, ബോൺ ഡെൻസിറ്റി തുടങ്ങിയ മറ്റു പല കാര്യങ്ങളും സ്ട്രക്ചറൽ അസസ്മെൻറ്റിലൂടെ അറിയാം. ഇതിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്ന സൂചിക നമ്മുടെ മെറ്റബോളിക് റെസ്പോൺസ് നിരീക്ഷിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. ഇനി ഫങ്ഷണൽ അസസ്മെൻറ്റ്, ഇതിൽ സിമ്പിൾ ബ്ലഡ് ടെസ്റ്റിലൂടെ നമ്മുടെ വൈറ്റൽ പ്രൊഫൈലുകളും വൈറ്റമിൻ സഫിഷ്യൻസിയുമാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. സ്ട്രക്ചറൽ ഇവാലുവേഷനിലൂടെ ഒരു വ്യക്തിയുടെ ശരീരഘടന മനസ്സിലാക്കുന്നതിലുപരി ഭക്ഷണവും വ്യായാമവും പരിഗണിച്ചുള്ള എനർജി ബാലൻസിങ് മെത്തഡ്സ്, അതിൽ പോസിറ്റീവ് എനർജി ബാലൻസിങ്ങും നെഗറ്റീവ് എനർജി ബാലൻസിങ്ങും വരാം. അതോടൊപ്പം തന്നെ മെറ്റബോളിസം മെച്ചപ്പെടുത്തേണ്ടതായി കണ്ടാൽ ആഹാര രീതികളിലും വ്യായാമ മുറകളിലും വരുത്തേണ്ട മാറ്റങ്ങൾ, ഇവയൊക്കെ കൃത്യമായി നിർദ്ദേശിക്കുക എളുപ്പമാകും. അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ് പ്ലാനുകളിൽ ബ്ലഡ് ടെസ്റ്റുകൾ നൽകുന്ന സൂചനകളും വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രസക്തമാണ്. ഒരുപാട് പേര് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ആശ്രയിക്കുന്ന ഒരു മാർഗമാണ് ഡയറ്റിംഗ്. എന്താണ് ഈ ഡയറ്റിംഗ്? ശരീരഭാരം കൂട്ടാനോ കുറയ്ക്കാനോ ശരിയായ ഭാരം നിലനിർത്താനോ വേണ്ടി ആഹാരത്തിൻ്റെ അളവിലും രീതിയിലും വരുത്തുന്ന മാറ്റത്തെയാണ് ഡയറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ശരീരത്തിൻ്റെ എനർജി വിനിയോഗത്തിന് അനുസൃതമല്ലാത്ത എനർജി ഉപഭോഗം പുനഃക്രമീകരിക്കുന്ന രീതി. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നെഗറ്റീവ് എനർജി ബാലൻസിങ്ങിനെ കുറിച്ചാണ്. അതായത് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി എനർജി വിനിയോഗത്തെക്കാൾ കുറച്ച് ഉപഭോഗം ക്രമീകരിക്കുന്ന രീതി. ഇതാണ് അതീവ ശ്രദ്ധയോടെ ചെയ്യേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, നെഗറ്റീവ് എനർജി ബാലൻസിങ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഐഡിയൽ വെയ്റ്റിലേക്ക്, ഒരുപാട് വണ്ണം കൂടിയവരാണെങ്കിൽ ഐഡിയൽ വെയ്റ്റിലേക്ക് എത്താൻ നെഗറ്റീവ് എനർജി ബാലൻസിങ് വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ പോഷക ഗുണം പരിഗണിക്കാതെയോ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിലോ ഉള്ള ആഹാരക്രമങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ശാരീരിക മാനസികാരോഗ്യത്തെ വളരെ ദോഷകരമായി ബാധിക്കും. അത് തിരിച്ചടിക്കാം. മാക്രോ ന്യൂട്രിയൻസ് പൂർണ്ണമായോ ഭാഗികമായോ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഡയറ്റ്, അത് എത്രത്തോളം ദോഷകരമാണ് എന്നുള്ളത് ഞാൻ ഒരു ഉപമയുടെ സഹായത്തോടു കൂടി വിശദീകരിക്കാം. ഇതിനെ ഞങ്ങൾ ഡാം തിയറി എന്ന് വിളിക്കും. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ശരീരത്തിൻ്റെ രണ്ട് ഭാഗങ്ങളെ ആദ്യം അറിയണം. ഒരു ഭാഗം ഫാറ്റിൻ്റെ മാസ്, കൊഴുപ്പ് മാത്രമുള്ള ഭാഗം. അതല്ലാത്തതെല്ലാം ഉൾപ്പെടുന്നതാണ് ലീൻ ബോഡി മാസ്. നമ്മുടെ ആന്തരികാവയവങ്ങൾ, ബോൺസ്, ടിഷ്യൂസ്, മസിൽസ്, ബ്ലഡ്, ഇതെല്ലാം ചേരുന്ന ഭാഗമാണ് ലീൻ ബോഡി മാസ്. ഇതിൽ നമ്മുടെ ഫാറ്റ് മാസിനെ വെള്ളം നിറഞ്ഞ ഒരു ഡാമായിട്ടും ലീൻ ബോഡി മാസിൽ ഉൾപ്പെടുന്ന മറ്റെല്ലാ ഭാഗങ്ങളെയും ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളായിട്ടും കണക്കാക്കുക. ആവശ്യാനുസരണം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക എന്ന ഡാമിൻ്റെ പ്രവർത്തനം തന്നെയാണ് നമ്മുടെ ഫാറ്റ് മാസും നമ്മുടെ ശരീരത്തിൽ നിർവഹിക്കുന്നത്. പക്ഷേ അധികമായി പോയി വെള്ളം എന്നതുകൊണ്ട് ഡാമിൻ്റെ ഷട്ടർ ഒറ്റയടിക്ക് തുറന്നാൽ പരിസര പ്രദേശങ്ങൾക്കുണ്ടാകുന്ന ക്ഷതം എന്താണോ അത് തന്നെയാണ് ഒറ്റയടിക്ക് ഫാറ്റ് പുറന്തള്ളാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത്. ഇതാണ് ഡാം തിയറിയിലൂടെ ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏത് മാർഗവും ശാരീരിക ആരോഗ്യത്തെ ബാധിക്കാത്ത തരത്തിൽ ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെയാണ് വ്യായാമത്തിൻ്റെ കാര്യം. ശരാശരി 15 മുതൽ 20% വരെ എനർജിയാണ് പരമാവധി നമുക്ക് വ്യായാമത്തിലൂടെ ലക്ഷ്യമിടാൻ സാധിക്കുന്നത്.
വ്യായാമത്തിൻ്റെ തീവ്രതയും ദൈർഘ്യവും തിരഞ്ഞെടുക്കുന്നതും ഊർജ വിനിയോഗ ഉപഭോഗ കണക്കനുസരിച്ചായിരിക്കണം. നമ്മുടെ മാനസിക സംഘർഷത്തിന് അയവ് വരുത്താനും പോസിറ്റീവ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുമൊക്കെ ചെറിയ തോതിലെങ്കിലും സ്ഥിരമായ ഒരു വ്യായാമം മുറ കണ്ടുപിടിക്കുക എന്നത് വളരെ ഗുണകരമാണ്. ഇനി ഒരു ഉദാഹരണം കൂടെ പറയാം, ഒരു ചെറിയ എക്സാമ്പിൾ. നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ധനമാണ് ഭക്ഷണം. ഒരു വാഹനം എത്ര നാൾ ഇന്ധനമില്ലാതെ ന്യൂട്രൽ മൂഡിൽ ഓടും? അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. അതിനെ വേണ്ട രീതിയിൽ പരിചരിക്കുക. നമ്മുടെ കൺവീനിയൻസ് ഫാക്ടർ, നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ, വർക്ക് ലോഡ്, പ്രൊഫഷൻ, ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥിരമായി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാനാണ് നമ്മൾ വെയിറ്റ് നിലനിർത്താൻ വേണ്ടി അവലംബിക്കേണ്ടത്. നമ്മുടെ ശരീരത്തെ അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സ്ഥിരമായി നിലനിൽക്കുക. ഈ വീഡിയോയിലെ ഉള്ളടക്കം നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. കേട്ടതിന് നന്ദി. നമസ്കാരം.